ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ്. ഹാർഡ് ഡിസ്ക് ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് മീൻ ചെയ്യുക. ദി എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ഓൺ എ ഹാർഡ് ഡിസ്ക് മെഷേർഡ് ഇൻ ജിഗാബൈറ്റ്സ് ആൻഡ് ടെറാബൈറ്റ്സ്. The required capacity is derived from the size of applications, but mostly the amount of data that must be stored. Multimedia files such as graphics, animations and video take up considerably more space than text. നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തുമാത്രം ഡാറ്റ സ്റ്റോറേജ് വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 500 GB 1 TB ഇങ്ങനെയൊക്കെയാണ് ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. പഴയ കാലത്തൊക്കെ ഇത്രയൊന്നും കപ്പാസിറ്റി ഹാർഡ് ഡിസ്കുകൾക്ക് ഇല്ലായിരുന്നു. 10 MB-ലൊക്കെയാണ്, 10 MB ഒക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ കപ്പാസിറ്റി. പിന്നീട് പയ്യെയാണത് ഇൻക്രീസ് ചെയ്തത്. എനിവേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ പെർഫോമൻസ്. നമ്മൾ ദി സ്പീഡ് ഓഫ് എ ഡിസ്ക് ഡ്രൈവ് ഈസ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ 2 ways. ട്രാൻസ്ഫർ റേറ്റ്, ആവറേജ് ആക്സസ് ടൈം. സോ പെർഫോമൻസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ റേറ്റ്. ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ ദി ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് എ ഡ്രൈവ് ഓർ ത്രൂപുട്ട് കവേഴ്സ് ബോത്ത് ദി ഇന്റേണൽ റേറ്റ് ആൻഡ് ദി എക്സ്റ്റേണൽ റേറ്റ്. അപ്പം നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ റേറ്റ് എന്നും എക്സ്റ്റേണൽ റേറ്റ് എന്നും. ഇന്റേണൽ റേറ്റ് മീൻസ് മൂവിങ് ഡാറ്റ ബിറ്റ്വീൻ ദി ഡിസ്ക് സർഫസ് ആൻഡ് ദി കൺട്രോളർ ഓൺ ദി ഡ്രൈവ്. അതായത് ഹാർഡ് ഡിസ്കിന്റെ സർഫസ് മുതൽ ഹാർഡ് ഡിസ്ക് കൺട്രോളർ വരെയുള്ള സെക്ഷനിലുള്ള റേറ്റ്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുക. ദെൻ എക്സ്റ്റേണൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൂവിങ് ഡാറ്റ ബിറ്റ്വീൻ ദി കൺട്രോളർ ഓൺ ദി ഡ്രൈവ് ആൻഡ് ദി ഹോസ്റ്റ് സിസ്റ്റം. അതായത് ഹാർഡ് ഡിസ്കിന്റെ കൺട്രോളറിൽ നിന്ന് മദർ ബോർഡിലേക്ക് പോകുന്ന ഡാറ്റ ട്രാൻസ്ഫർ റേറ്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റേറ്റ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുക. സോ the internal rate is further determined by the media rate, sector overhead time, head switch time and cylinder switch time. നമ്മൾ ഇന്റേണൽ റേറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് മീഡിയ റേറ്റ്. മീഡിയ റേറ്റ് മീൻസ് റേറ്റ് അറ്റ് വിച്ച് ദി ഡ്രൈവ് ക്യാൻ റീഡ് ബിറ്റ്സ് ഫ്രം ദി സർഫസ് ഓഫ് ദി മീഡിയ. നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ പാർട്ടർ സർഫസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ എടുക്കുന്ന ആ ഡാറ്റ റേറ്റ്, അതിനെയാണ് മീഡിയ റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഈസ് സെക്ടർ ഓവർഹെഡ് ടൈം. ദാറ്റ് മീൻസ് അഡീഷണൽ ടൈം നീഡഡ് ഫോർ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് അതർ ഇൻഫർമേഷൻ നെസസറി ടു മാനേജ് ദി ഡ്രൈവ്, ലൊക്കേറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ ആൻഡ് പെർഫോം അതർ സപ്പോർട്ട് ഫങ്ഷൻസ്. ഒരു ഹാർഡ് ഡിസ്കിന്റെ സർഫസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടൈം വേണ്ടി വരും. ദാറ്റ് മീൻസ് അത് എന്തിനൊക്കെയാണ്? ഹാർഡ് ഡിസ്കിന്റെ ഡ്രൈവ് മാനേജ് ചെയ്യാനായിട്ടും ലൊക്കേറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ. ഹാർഡ് ഡിസ്കിൽ നിന്നൊരു ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് ട്രാക്കിലാണ്, ആ ട്രാക്കിൽ ഏത് സെക്ടറിലാണ്, ഇങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് സെക്ടർ ഓവർഹെഡ് ടൈം എന്ന് പറയുക. ദ നെക്സ്റ്റ് വൺ ഈസ് ഹെഡ് സ്വിച്ച് ടൈം. Additional time required to electrically switch from one head to another and begin reading. So head switch time means ഇത് നമ്മളൊരു മൾട്ടി പ്ലാറ്റർ ഡിസ്കുകളിലാണ് ഇത് യൂസ് ചെയ്യുക. That means the time required to electrically switch from one head to another and begin reading. അതായത് ഇപ്പം ഒരു ഹെഡിൽ നിന്ന്, ഒരു റീഡ് റൈറ്റ് ഹെഡിൽ നിന്ന് അടുത്ത റീഡ് റൈറ്റ് ഹെഡിലേക്ക് പോകാൻ എടുക്കുന്ന ടൈമാണ്. മൾട്ടി പ്ലാറ്റേഴ്സ് ഉള്ള ഹാർഡ് ഡിസ്കുകളിൽ മോർ ദാൻ 1 റീഡ് റൈറ്റ് ഹെഡുകൾ വരും. ഇപ്പോഴത്തെ കേസിൽ ഒരു സിംഗിൾ പ്ലാറ്ററും സിംഗിൾ റീഡ് റൈറ്റ് ഹെഡുമാണ്. പക്ഷെ മോർ ദാൻ 1 റീഡ് റൈറ്റ് ഹെഡ് ഉള്ള കേസിൽ ഒരു റീഡ് റൈറ്റ് ഹെഡിൽ നിന്ന് അടുത്ത റീഡ് റൈറ്റ് ഹെഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ഹെഡ് സ്വിച്ച് ടൈം എന്ന് പറയുക. ദെൻ സിലിണ്ടർ സ്വിച്ച് ടൈം. Cylinder switch time means additional time required to move to the first track of the next cylinder and begin reading. It was about 2 to 3 milliseconds. അതായത് അടുത്ത ഒരു സിലിണ്ടറിൽ നിന്ന് അടുത്ത സിലിണ്ടറിലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമിനെയാണ് സിലിണ്ടർ സ്വിച്ച് ടൈം എന്നുകൊണ്ട് മീൻ ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് ആവറേജ് സീക്ക് ടൈം. അപ്പോൾ ആവറേജ് സീക്ക് ടൈം പറയുന്നതിന് മുമ്പ് നമുക്ക് സീക്ക് ടൈം എന്താണെന്നുള്ളത് നോക്കാം. With rotating drives, the seek time measures the time it takes the head assembly
on the actuator arm to travel to the track of the disk where the data will be read or written. സോ സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് സീക്ക് ടൈം എന്ന് പറയുക. അതായത് റീഡ് റൈറ്റ് ഹെഡിനെ ഇപ്പോൾ ഓരോ ട്രാക്കിൽ നിന്ന് അടുത്ത ട്രാക്കിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം, അതാണ് സീക്ക് ടൈം എന്നുകൊണ്ട് മീൻ ചെയ്യുക. ഓക്കെ, റീഡ് റൈറ്റ് ഹെഡിന് ഒരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്നുകൊണ്ട് മീൻ ചെയ്യുക. So a rotating drive's average seek time is the average of all possible seek times, which technically is the time to do all possible seeks divided by the number of all possible seek. അപ്പോൾ ആവറേജ് സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സീക്ക് ടൈമിൻ്റെ ആവറേജ് എടുക്കുന്നു. സീക്ക് ടൈം എന്താണ്? ഇപ്പോൾ ഒരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് സീക്ക് ടൈം എന്ന് പറയുക. ആവറേജ് സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ടു ഡു ഓൾ പോസിബിൾ സീക്ക്. നമുക്ക് സീക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എല്ലാ ടൈമിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് ഓൾ പോസിബിൾ സീക്ക്. സീക്ക് ടൈമിനെ നമ്പർ ഓഫ് സീക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് എത്രയാണോ ടൈം എടുക്കുന്നത് അതിനെ നമ്പർ ഓഫ് സീക്ക്. അപ്പോൾ ചിലപ്പോൾ ഒരു 10 സീക്കായിരിക്കും എടുക്കുന്നത്. ആ 10 സീക്കിന് എടുക്കുന്ന ടൈമിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ആവറേജ് സീക്ക് ടൈം എന്നുകൊണ്ട് മീൻ ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഈസ് ലേറ്റൻസി. Latency means it is the average time it takes for a sector to be available after the heads have reached a track. Latency എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു റീഡ് റൈറ്റ് ഹെഡ് ഒരു ട്രാക്കിൽ ചെല്ലും. ആ ട്രാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രാക്കിൽ ചെന്നതുകൊണ്ട് മാത്രം നമുക്ക് ആ ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ആ ഡാറ്റ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ടറിനകത്തായിരിക്കും, ആ ട്രാക്കിനകത്തെ ഒരു സെക്ടറിനകത്തായിരിക്കും. സോ ലേറ്റൻസി മീൻസ് റീഡ് റൈറ്റ് ഹെഡ് ഒരു ട്രാക്കിൽ ചെന്ന ശേഷം ആ ട്രാക്കിലെ ആ സെക്ടർ ആ റീഡ് റൈറ്റ് ഹെഡിൻ്റെ താഴെ അവൈലബിൾ ആകാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതിനെയാണ് ലേറ്റൻസി എന്നുകൊണ്ട് മീൻ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഈ കാണുന്നൊരു ഹാർഡ് ഡിസ്ക് ആണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന റീഡ് റൈറ്റ് ഹെഡ് ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യും അല്ലേ, ഒരു ട്രാക്കിൽ നിന്ന് അടുത്ത ട്രാക്കിലേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്ന പൊസിഷൻ ഇതാണ്. ഓക്കെ, ഈ പൊസിഷനിലെ ദാറ്റ് മീൻസ് ഇതൊരു ട്രാക്കിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇതൊരു ട്രാക്കിലാണ്. ഇതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാക്ക് 2 ആണ്. അപ്പോൾ ഈ റീഡ് റൈറ്റ് ഹെഡ് ഈ ട്രാക്ക് 2 എത്താൻ വേണ്ടി ഒരു ടൈം എടുക്കും അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സീക്ക് ടൈം എന്നുകൊണ്ട് പറയുക, സീക്ക് ടൈം. ഇനി ഈ റീഡ് റൈറ്റ് ഹെഡ് ട്രാക്ക് 2 എത്തിയ ശേഷം നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത് വേറൊരു സെക്ടറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സെക്ടറിലാണ് ഡാറ്റ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ സെക്ടർ റൊട്ടേറ്റ് ചെയ്ത് ഈ റീഡ് റൈറ്റ് ഹെഡിൻ്റെ താഴെ വരെ എത്തണം. അതിനൊരു ടൈം എടുക്കും. ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റൻസി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഒരു ട്രാക്കിൽ വന്നു. ആ ട്രാക്കിലെ ഏത് സെക്ടറിലാണോ ഡാറ്റ ഇരിക്കുന്നത് ആ സെക്ടർ റൊട്ടേറ്റ് ചെയ്ത് വരാൻ ഒരു ടൈം എടുക്കും. കാരണം ഈ പ്ലാറ്റർ സ്പിൻ ചെയ്ത് വരാനൊരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ സെക്ടർ ഈ റീഡ് റൈറ്റ് ഹെഡിൻ്റെ താഴെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റൻസി എന്നുകൊണ്ട് മീൻ ചെയ്യുക. സോ ആവറേജ് ആക്സസ് ടൈം. ദ നെക്സ്റ്റ് വൺ ഈസ് ആവറേജ് ആക്സസ് ടൈം. എ മെഷർമെന്റ് ഓഫ് എ ഡ്രൈവ്സ് ആവറേജ് ആക്സസ് ടൈം ഈസ് ദി സം ഓഫ് ഇറ്റ്സ് ആവറേജ് സീക്ക് ടൈം പ്ലസ് ലേറ്റൻസി. അപ്പോൾ ആവറേജ് ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സീക്ക് ടൈം പ്ലസ് ലേറ്റൻസി. So the average access time is usually expressed in milliseconds. The next one is reliability. Reliability means നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ എഫിഷ്യൻസി ആണ് അതുകൊണ്ട് മീൻ ചെയ്യുക. ഇത് എന്തുമാത്രം റിലയബിൾ ആണ്, ഇത് എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിലയബിലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുക. അപ്പോൾ റിലയബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചേഴ്സ് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ, MTBF എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആനുവലൈസ്ഡ് ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ഇതെല്ലാം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് ഈ ഹാർഡ് ഡിസ്കിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ. ഓക്കെ, അതായത് ഇത് എത്ര നാൾ ഇത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡേറ്റയാണ് ഈ MTBF-ഉം AFR എന്ന് പറയുക.
സോ ദീസ് ആർ കാൽക്കുലേറ്റഡ് ബൈ കോൺസ്റ്റന്റ്ലി റണ്ണിങ് സാമ്പിൾസ് ഓഫ് ദി ഡ്രൈവ് ഫോർ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഹാർഡ് ഡിസ്കുകൾ മാനുഫാക്ചർ ചെയ്ത ശേഷം ഇതിനെ കുറച്ച് ടൈം ഡ്യൂറേഷനിലേക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിച്ചാലുള്ള അഡ്വാൻറ്റേജ്, ഇത് മാനുഫാക്ചർ ചെയ്ത ശേഷം ഇതൊരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ടൈമിന് ഇടയ്ക്ക് അത് വിസിബിളായിട്ട് വരും, കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ദീസ് ആർ കാൽക്കുലേറ്റഡ് ബൈ കോൺസ്റ്റന്റ്ലി റണ്ണിങ് സാമ്പിൾസ് ഓഫ് ദി ഡ്രൈവ് ഫോർ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം, അനലൈസിംഗ് ദി റിസൾട്ടന്റ് വെയർ ആൻഡ് ടിയർ അപ്പോൺ ദി ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദി ഡ്രൈവ് and extrapolating to provide a reasonable estimate of its lifespan. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നാളത്തേക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലയബിൾ ആണെന്നുള്ളത് നമുക്ക് മീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, HDDs typically fail within a short time if there is a defect present from manufacturing. അപ്പോൾ ഈ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് വിസിബിളായിട്ട് വരും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് റിലയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുക. ദെൻ ഫൈനലി കോസ്റ്റിൻ്റെ കേസിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പഴയ കാലത്തെ ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴെല്ലാം കോസ്റ്റ് കുറവാണ്. ആ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ.